ഗാസയ്ക്ക് എതിരായ ഇസ്രയേൽ ആക്രമണത്തെ UK പിന്തുണയ്ക്കുന്നതിന് എതിരെ പ്രതിഷേധിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ലണ്ടനിൽ റാലി നടത്തി. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെയും മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുആദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിന് പിന്നാലെയാണ് പ്രതിഷേധ റാലിയുമായി ആളുകൾ മുന്നോട്ടെത്തിയത്. കനത്ത പോലീസ് നിയന്ത്രണത്തിലാണ് റാലി നടന്നത്. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രതിഷേധത്തെ നേരിടാനായി ഭരണകൂടം വിന്യസിച്ചത്. പ്രതിഷേധക്കാർ ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും പലസ്തീൻ ജനതയ്ക്ക് തുല്യ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പലസ്തീനെ സ്വതന്ത്രമാക്കൂ, നദി മുതൽ കടൽ വരെ പലസ്തീന് സ്വതന്ത്രമാകും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രതിഷേധക്കാർ നടന്നു നീങ്ങിയത്. ഒക്ടോബർ 7-ന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രയേലിന് എതിരെ പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ ബോംബാക്രമണം ആരംഭിച്ചു. ഏകദേശം 10 മാസമായി നടക്കുന്ന ഈ ആക്രമണത്തിന് എതിരെ ലണ്ടനിലും UKയിലെ മറ്റിടങ്ങളിലും നടന്ന റാലികളിൽ ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാരാണ് പങ്കെടുത്തത്. ഇസ്രയേൽ സൈന്യത്തിന്റെ വ്യോമകര ആക്രമണം 2.3 ദശലക്ഷം പലസ്തീനികൾ താമസിക്കുന്ന ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കുകയും വാസയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ഹനിയ. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയ കൊല്ലപ്പെടുന്നത്. ഹനിയയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായ വസീം അബു ഷാബാനും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് ആക്രമണത്തിലാണെന്ന് വ്യാപകമായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഹനിയ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മുറിക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണെന്ന് പിന്നീട് റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഹനിയ ഉണ്ടായിരുന്ന ടെഹ്റാനിലെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന മറ്റ് 3 വ്യക്തികളെ ഉദ്ധരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഹമാസ് ആയിരക്കണക്കിന് പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്തെന്ന് ഇസ്രയേലി സൈനികർ വെളിപ്പെടുത്തിയതായി CNN റിപ്പോർട്ട് ചെയ്തു. മാസങ്ങൾക്ക് മുൻപേ ഹമാസിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. അവരുടെ സൈനിക ബലം എത്രയാണെന്ന് ഇസ്രയേൽ സൈന്യത്തിന് കൃത്യമായി അറിയില്ല എന്നാണ് സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതെന്നും CNN വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ട് തയ്യാറാക്കാനായി നിരവധി പലസ്തീനികളെയാണ് CNN അഭിമുഖം നടത്തിയത്. വടക്കൻ ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും ഒരു പലസ്തീനി പറഞ്ഞു. അവരുടെ വേരുകൾ സാധാരണക്കാർക്കിടയിലാണ്. അവർക്ക് വേഗം ഒരു സേനയെ രൂപീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ യുദ്ധത്തിൽ വിജയം തൊട്ടടുത്തുണ്ടെന്ന ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളെ പൊളിക്കുന്നതാണ് CNNന്റെ ഈ റിപ്പോർട്ട്. യുദ്ധം ജയിക്കുമെന്നും ബന്ദികളെ മോചിപ്പിക്കുമെന്നുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗാസയിലെ യുദ്ധം 10-ാം മാസത്തിലേക്ക് എത്തുമ്പോഴും ഹമാസിന്റെ കരുത്ത് ഒട്ടും ചോർന്നിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ CNN പറയുമ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം 300 ദിവസം പിന്നിട്ട വേളയിൽ ഗാസയിൽ CNN നടത്തിയ അന്വേഷണത്തിലാണ് ഹമാസിനെയും അവരുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനെയും പറ്റി വിശദമാക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും അതിന്റെ സൈനിക ശേഷി ഉടൻ നശിപ്പിക്കുമെന്നും വിജയം തൊട്ടുമുന്നിലുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നതിന് ഇടയിലാണ് ഹമാസിന്റെ കരുത്തിനെ പറ്റിയുള്ള CNNന്റെ ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഒക്ടോബർ 7-ന് തുടങ്ങിയ യുദ്ധം അനിശ്ചിതമായി നീളുകയാണ്. ഇസ്രയേലിന്റെയും ഹമാസിന്റെയും സൈനിക പ്രസ്താവനകൾ, ഗാസകളിൽ നിരവധി ഹമാസ് യൂണിറ്റുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന അഭിമുഖങ്ങളും ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളുടെ വീഡിയോകളും ഉൾപ്പെടുന്നതാണ് ഈ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.